എൻ്റെ പേര് അക്കാമച്ചെറിയാൻ എന്നാണ്. ആലപ്പുഴയിൽ നിന്ന് വരുന്നു. 17/3/2023 ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ കാരണം തന്നെ മകനാണ്. അതുപോലെ തന്നെ മകൾക്കും ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. അവളുടെയും പേരൻ്റായിട്ട് ഉടമ്പടി എടുത്ത് അങ്ങനെ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ഇവിടെ വന്ന് പുസ്തകങ്ങളും അതുപോലെ തന്നെ തിരിയും ഒക്കെ കൊണ്ടുപോയി വീട്ടിൽ അതാത് സമയത്ത് രാവിലെയും വൈകിട്ടുമായിട്ട് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ മാതാവിനോട് എല്ലാ കാര്യങ്ങളും അപേക്ഷിക്കുവാൻ തക്കവണ്ണം അമ്മയെ പരമേൽപ്പിക്കുകയും ചെയ്തു. അതെന്താണെന്ന് ചോദിച്ചാൽ മകന് ഒരു 1-2 വർഷത്തിന് മുമ്പേ നല്ലൊരു ജോലിയിൽ കൂടിയിരിക്കുമ്പോൾ തന്നെ മകന് കുറച്ച് നാളത്തേക്ക് ശമ്പളം കിട്ടാതെ വന്നു. അതുപോലെ ഭക്ഷണവും ശരിയാകാതെ വന്നു. അപ്പോൾ വെളിയിലത്തെ കാര്യങ്ങളല്ലേ ശരിയാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിലും മാതാവിൻ്റെ ആ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് അമ്മയിൽ നിന്ന് കിട്ടിയ അത്ഭുതങ്ങളെ പ്രമാണിച്ച് പറഞ്ഞാൽ അതിശയമായിരിക്കുന്നു. കാരണം 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മോഹൻ പെട്ടെന്ന് വിളിച്ച് പറയുകയാണ്, മമ്മി എനിക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി, അതുപോലെ തന്നെ നല്ല നേരത്തെ ഉള്ളതിനെക്കാട്ടി നല്ല ശമ്പളം കിട്ടി, അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളാണേലും ഞങ്ങൾ ഒന്നും അറിയണ്ട, മെസ്സിൽ പോയി കഴിച്ചാൽ മതി, ഞങ്ങളൊന്നും പാചകം ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അതിൽ പരമായിട്ട് ഞങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നുന്നില്ല. കാരണം മകൻ എന്ത് ചെയ്യണം, തിരിച്ചു പോരണോ, ജോലി ചെയ്യണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ മാതാവിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി മോൻ്റെ അടുത്തേക്ക് ചെന്ന് സാധിച്ചു കൊടുത്തത്. ആ പ്രവൃത്തിയിൽ ഞങ്ങൾ അത്ഭുതമായിട്ട് തന്നെ ഇന്നും ഞങ്ങൾ അതിശയത്തോടെ അത്ഭുതമായിട്ട് കൊണ്ടാടി ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയാണ്. ഇപ്പോഴും രാവിലെയും വൈകിട്ടും തിരി കത്തിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പഴയ സ്ഥലത്ത് നിന്നുള്ള ആ കിട്ടാനുള്ള രൂപ ഈ പുതിയ സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉറ്റിരിക്കുമ്പോൾ തന്നെ മകൻ വിളിച്ചു പറഞ്ഞു, ആ പഴയ ശമ്പളമെല്ലാം തിരിച്ചു കിട്ടി, ഒരു വിഷമവും കൂടാതെ ഒരു പ്രയാസവും കൂടാതെ ആ പൈസയും തിരിച്ചു കിട്ടുവാൻ സാധിച്ചു എന്ന് മകൻ വിളിച്ചു പറഞ്ഞു. ഇപ്പോഴും ആ നല്ല ശമ്പളത്തോടുകൂടി മകൻ ജോലിക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പം കുറച്ച് ദിവസത്തെ അവധിക്ക് വേണ്ടി വന്നതാണ്. അപ്പം തിങ്കളാഴ്ച മടങ്ങിപ്പോകാനിരിക്കവേ തന്നെ ഞാൻ പറഞ്ഞു, മോനെ ഞാനൊരു സാക്ഷ്യം പറയാമെന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ വന്നു ഞാൻ പറഞ്ഞിരുന്നു, അമ്മയുടെ അടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കും, എൻ്റെ മകൻ ഒരു അത്ഭുതം പ്രവർത്തിച്ച് കാണിക്കുന്നുണ്ട്, ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുമെന്ന്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മോൻ തിങ്കളാഴ്ച പോവല്ലേ, നമുക്കെന്തായാലും ആ സാക്ഷ്യം പറയാതെ പോകരുത്. ശരി അമ്മമ്മി, നമുക്ക് പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഒരു അത്ഭുതകരമായ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ കൃപയ്ക്ക് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ കൃപാസനം തുടങ്ങിയ നാൾ മുതൽ ജോസഫച്ചനെ വന്ന് കാണുകയും ജോസഫച്ചൻ്റെ കൈവെപ്പ് കിട്ടുകയും ജോസഫച്ചൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഭവനമാണ് ഞങ്ങളുടേത്. കാരണം എന്നിവിടെ തുടങ്ങിയോ അന്ന് മുതലേ ഞങ്ങൾ പാതിരാപ്പള്ളിയിൽ നിന്ന് ഓടി വരും. ഇവിടെ പ്രാർത്ഥനയും പ്രയറും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉൾക്കൊള്ളുമായിരുന്നു. പക്ഷേ ഇപ്പോഴേ ഉടമ്പടിയെടുത്തു ഈ അത്ഭുത പ്രവൃത്തി ഞങ്ങളെ കാണിച്ചതിൽ കൂടെ ദൈവമാതാവിനെ കൂടുതൽ രുചിച്ചറിയുവാനും അതുപോലെ മകന് കുടുംബത്തിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ടെങ്കിലും അതൊരു കനാലിനടുത്തോട്ടായതുകൊണ്ട് അവിടെ വെക്കണമെന്ന് ഒരാഗ്രഹമില്ലായിരുന്നു. ഒരു പുതിയൊരു സ്ഥലം കിട്ടണം, അത് വേണം. അതും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയിൽ തിരി കത്തിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് സമചതുരത്തിലുള്ള ഒരു ഭൂമി മകൾക്ക് കൊടുക്കുകയും മകനത് എഴുതിപ്പിക്കുകയും ചെയ്തു. അതും അത്ഭുതമെന്ന് പറയട്ടെ, 1 രൂപ പോലും ഞങ്ങൾക്ക് ചിലവില്ലാതെ, ആ 10 സെൻറ്റ് സ്ഥലം 1 രൂപ പോലും ഞങ്ങൾക്ക് ചിലവില്ലാതെ മകന് അമ്മാച്ചൻ എഴുതി കൊടുക്കുകയും മകനത് വീട് പണിയാൻ വേണ്ടി പ്ലാനിങ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ഇതിലും അത്ഭുതമായിട്ടേ ഞങ്ങൾ കണക്കിലാക്കുന്നുള്ളൂ. ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് മാതാവ് സാധിച്ചെന്ന കൃപയ്ക്ക് എന്നും നന്ദി പറയുവാണ്, ഇന്നും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ഞങ്ങളെപ്പോൾ വന്നാലും യേശുപ്പച്ചൻ്റെ വസ്ത്രത്തെ തൊടുന്നത് പോലെയാണ്. ഞങ്ങൾക്ക് ജോസഫച്ചൻ്റെ വസ്ത്രത്തെ തൊടാൻ ഞങ്ങൾ പോകത്തില്ല. കുർബാന അർപ്പിച്ച് ജോസഫച്ചൻ ഇറങ്ങി അങ്ങോട്ട് തിരിഞ്ഞ് രക്തവുമായിട്ടും തിരികെ ശരീരവുമായിട്ടും പോകുമ്പോഴൊക്കെയും ഞങ്ങൾ ആ
തിരുവസ്ത്രത്തെ തൊട്ട് ഞങ്ങൾ വീട്ടിൽ പോകത്തുള്ളായിരുന്നു. ഞങ്ങൾക്കിന്നും ഓരോ പ്രവൃത്തിയിൽ കൂടെയും ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ കൃപാസനത്തിൽ വന്ന് ഞങ്ങൾക്ക് അത്ഭുതകരമായ കരം ഞങ്ങൾക്ക് നീട്ടിത്തന്നത് കൊണ്ടാണ്. ദൈവം നമ്മളെ സമാധാനമായിട്ടും നടത്തിക്കൊണ്ട് പോകുന്നു. ഇനി ഞങ്ങൾ പൊതിച്ചോറൊക്കെ കൊടുക്കുന്നുണ്ട്, പിന്നെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മാനസികമായിട്ടുള്ളൊരു കുഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വരുമ്പോൾ ഓരോ ആഴ്ചയിലും അവന് ഭക്ഷണം വാങ്ങി കഴിക്കാനുള്ള പൈസയൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ആര് വന്നാലും ഉള്ളതിൻ്റെ ഓഹരി അനുസരിച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ പത്രം വാങ്ങിച്ച് ഞങ്ങൾ എല്ലാ ദേശത്തും എൻ്റെ ഭവനങ്ങളിൽ എവിടെ പോയാലും ആ പത്രം ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ തീരാതെ വരുമ്പോൾ കടകളിലൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളത് വിതരണം ചെയ്യുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ഞങ്ങൾക്ക് അത്ഭുതമായിട്ട് നടത്തിക്കൊണ്ട് പോരുന്ന ഒരു ദൈവത്തിനെ എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. അമ്മ മാതാവിൻ്റെ ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ഇത്രയും അത്ഭുതം നടത്തി തന്ന ആ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് തീരത്തില്ല. അമ്മേ, എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. സ്തുതിക്കുന്നമ്മേ. പത്രം എൻ്റെ വീട് പത്തനംതിട്ടയാണ്. ഞാൻ അവിടെ പോകുമ്പോഴൊക്കെയും കൊണ്ടുവരും. തിരുവല്ലയിൽ ഹസ്ബൻ്റെ വീട്, അവിടെ പോകുമ്പോഴൊക്കെയും കൊണ്ടുവരും. ചെങ്ങന്നൂരുണ്ട് എനിക്ക് കുടുംബങ്ങൾ. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എവിടെയൊക്കെ ദേശത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും ഈ പത്രം ഞങ്ങളുടെ അധികം കയ്യിലിരിക്കുന്നത് ഞാൻ കയ്യിലെടുത്തോണ്ടേ പോകത്തുള്ളൂ. അഥവാ ഇനിയും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഓരോ വ്യക്തികളുടെ മേൽ ഇത് ഞാൻ കൊടുക്കും. ഇത് നിങ്ങൾ കൈവച്ചോളീൻ. ചിലർ പറയും ഇത് വേണ്ടെന്ന്, പക്ഷേ ഞാൻ പറയും വേണ്ടെന്ന് വെച്ചാലും നിങ്ങളുടെ ഫേസിനകത്ത് വേലും വെച്ചോ, ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും ഈ പത്രമെന്ന് പറഞ്ഞാണ് ഞാൻ ഈ പത്രം കൈ കൊടുക്കുന്നത്. അവർ സന്തോഷത്തോടെ ആ പത്രം വാങ്ങിക്കുകയും അവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇത്രത്തോളം നടത്തി തന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കർത്താപ്പച്ചൻ ഞങ്ങൾക്കൊരുക്കി തന്ന അത്ഭുതങ്ങളെ മറക്കാതെ വണ്ണം അന്ത്യത്തോളം സ്തുതിക്കുവാൻ തക്കവണ്ണം നന്ദിയുള്ളവരായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നുള്ള ആ പ്രാർത്ഥനയോട് അമ്മ മാതാവിനും തിരുകുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എൻ്റെ വാക്കുകൾ സമർപ്പിക്കും. നിയമാവർത്തനം 28:14. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. യേശുവിൽ പ്രിയമുള്ളവരെ, അക്കമ്മ ചെറിയാൻ ആലപ്പുഴയുടെ സാക്ഷ്യം. ഈ കൃപാസനം എന്ന് തുടങ്ങിയോ അന്ന് മുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി എന്ന് ഇവരുടെ ജീവിതം അവസാനിക്കുന്നോ അതുവരെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നുകൊണ്ടിരിക്കുമെന്ന്. ഉടമ്പടി ജീവിതം മാറുകയില്ല, അമ്മയോട് ചേർന്ന് നിൽക്കുമെന്ന്. ഉടമ്പടിയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം, അവർക്ക് പെൺമക്കളാണുള്ളത്, അത് മരുമോനാണ്. മോന് ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിൽ അമ്മയുടെ കാൽക്കൽ വന്ന് പിടിക്കുകയാണ്, കൃപാസനത്തിലേക്ക് ഓടി വരികയാണ്. എനിക്കാശ്രയം പരിശുദ്ധമ്മയാണ്. അമ്മയെടുത്ത് വന്ന് പറയുകയാണ്, എൻ്റെ മോന് ജോലി നഷ്ടപ്പെട്ടു, അത് തിരിച്ചു തരണം. പറയാത്ത താമസം വിശ്വാസവും വിശ്വസ്തതയും കൂടിയ മോൾക്ക് അമ്മ ഉടനെ ജോലി കൊടുക്കുകയാണ്. ആ മരുമോന് ജോലിയും അവന് കിട്ടാതിരുന്ന പണങ്ങളെല്ലാം തിരിച്ചു കിട്ടി, നല്ല ഭക്ഷണങ്ങളും കൊടുത്തുന്നു. ഇതാ പരിശുദ്ധമ്മ ചെയ്യുന്നത്. ഒരിക്കലും സാധിക്കില്ലെന്ന് വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉടനടി പരിഹരിച്ചു തരുന്നതാണ് ഉടമ്പടി ജീവിതം. ഒരു സ്ഥലമില്ലാതെ വിഷമിച്ച സമയത്ത് അമ്മാവനിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങിക്കാതെ സ്ഥലം അളന്നു കൊടുത്തു. അച്ഛൻ്റെ യൂട്യൂബിൽ ആരാധന കൂടി ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും പച്ചത്തിരി കത്തിച്ചുള്ള പ്രാർത്ഥനയും നീലത്തിരി കത്തിച്ചുള്ള പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും അതുമൂലം ഈ ജീവിക്കുന്ന പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഇവരെ ഒരുക്കി. ഉടമ്പടി ജീവിതത്തിൽ പുറകോട്ട് നോക്കാതെ മുന്നോട്ട് നോക്കി കഴുകന്മാരെ പോലെ ഉയർന്ന് പറക്കുന്നവർക്ക് പരിശുദ്ധമ്മ മുന്നിലുണ്ടെന്നുള്ള വലിയ വിശ്വാസം ഉണ്ടാകണം. അമ്മ കൈപിടിച്ചിട്ടുണ്ട്. അമ്മയിൽ സമർപ്പിക്കുന്നത് ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. അമ്മ അത് ഉടനെ സാധിച്ചു തരും. ഉടമ്പടി ജീവിതം കൃത്യമായി പോയാൽ മതി.
കുർബാനയിലും കുമ്പസാരത്തിലും ദിവ്യബലിയിലും വചന വായനയിലുമൊക്കെ എല്ലാം ഉറച്ചു നിന്നാൽ പരിശുദ്ധമ്മ നിങ്ങളുടെ കാര്യം ഈശോയോട് പറഞ്ഞ് ശക്തനായവല്ലെന്ന് വൻ കാര്യം ചെയ്തു തന്ന് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തു വഴി നമ്മൾക്ക് ആവശ്യമുള്ളത് തരുന്നു. വചനം നമ്മളുടെ ജീവിതത്തിൽ പ്രകൃതിയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഇവർക്ക് കൊടുത്ത ഈ വലിയ കൃപയ്ക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.